ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. ആ സിനിമയെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ആ സിനിമയുടെ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എല്ലാ ഫാമിലിയിലും ഒരു സീക്രട്ട് ഉണ്ടാവും. അതായത് ഒരു കഥയൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. ചിലപ്പോൾ അവർ പുറമെ ഒരുങ്ങി പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴോ അവരുടെ ഫാമിലിക്കുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു രഹസ്യം ഉണ്ടെന്ന് നമുക്ക് ആർക്കും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അത് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും പുറത്തൊക്കെ എല്ലാവരും അറിയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും "അയ്യോ, അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവരുടെ വീട്ടിലുണ്ടായിരുന്നോ എന്നറിയുന്നത് തന്നെ നമ്മൾ അപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റോറി മെനഞ്ഞിട്ടാണ് ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഈ സിനിമ എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് അതിലെ നടീനടന്മാരായിട്ട് വന്നിരിക്കുന്നത്. കറി ആൻഡ് സൈനൈഡ് എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾ തന്നെയാണ് ഈ സിനിമയിലെയും ഡയറക്ടർ. അപ്പോൾ കറി ആൻഡ് സൈനൈഡ് എന്ന് പറഞ്ഞ ആ സിനിമയെക്കുറിച്ച് അറിയാമല്ലോ. അത് നാട്ടിൽ നടന്ന ഒരു ട്രൂ സ്റ്റോറി അവർ സിനിമ ആക്കിയതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഒരു കഥയാക്കി എടുത്തതായിരിക്കാം. ഈ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഉർവശി, പാർവതി തിരുവോത്ത്, അലൻസിയർ തുടങ്ങിയവരാണ്. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ക്രിസ്റ്റോ ടോമിയാണ്. ഉർവശിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. കാര്യം നല്ലൊരു നടിയാണ് ഉർവശി. ഉർവശിയുടെ ഇഷ്ടംപോലെ സിനിമകൾ നമ്മൾ കണ്ടതും ആസ്വദിച്ചതുമാണ്. ഇതും ഒരു അമ്മ വേഷത്തിലാണ് ഉർവശി വരുന്നത്. ഉർവശി ഇതിനു മുമ്പ് 2024 ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്, ജെ ബേബി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പാർവതി തിരുവോത്തും 2024 ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട് വിക്രമത്തിൻ്റെ കൂടെ, താങ്ങലാൻ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ ഇനി ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അഭിനയം മികച്ചതാണ്. കാര്യം പാർവതി തിരുവോത്തിൻ്റെ ഒത്തിരി ഹിറ്റായ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉർവശിയുടെ പടവും കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉർവശിയും പാർവതി തിരുവോത്തും ഈ സിനിമയിൽ ഉണ്ടായതുകൊണ്ട് ഇത് മിക്കവാറും നല്ല വിജയമായിരിക്കും ഈ സിനിമയെന്ന് തോന്നുന്നു. ജൂൺ 21-നാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. ഈ സിനിമയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.